നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 13 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചിരുന്നു. ഇന്ന് 14 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. നമുക്കറിയാം പഴയ നിയമകാലത്തുള്ളതിന് നേരെ വ്യത്യസ്തമായ പഠിപ്പീരാണ് പുതിയ നിയമകാലത്തുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് കർത്താവ് കാര്യം പറയുമ്പം നമ്മളിങ്ങനെ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 48 മുതലുള്ള വാക്യങ്ങളില് 43 മുതലുള്ള വാക്യങ്ങളില് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനത് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമ്മളിൽ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, നമ്മളെ പകയ്ക്കുന്നവരെ പകയ്ക്കുക. പക്ഷെ നിയമത്തിലേക്ക് വരുമ്പം നേരെ എതിരായിട്ടുള്ള ഒരു ഉപദേശമാണ് നമുക്ക് കേൾക്കാൻ കഴിയും. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമുക്കറിയാം കാര്യങ്ങൾക്കെല്ലാം നമ്മളെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ കൃപയുമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയുമാണ്. നമ്മളിൽ തന്നെ ഉള്ളത് നേരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. നമ്മൾ ആദ്യം കേട്ട പോലെ ശത്രുവിനെ പകയ്ക്കാനും കൂട്ടുകാരനെ സ്നേഹിക്കാനും ഉള്ളൊരു മനോഭാവം നമ്മളിലുള്ളത്. പക്ഷേ റോമാലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിരുന്നു, നമ്മളെ ഒട്ടിച്ചിരിക്കുന്നത് സ്വഭാവത്തിന് വിരുദ്ധമായിട്ട്. 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശത്രുവിനെ പകയ്ക്കുകയും സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ മുറിച്ചെടുത്തിട്ട് സ്വഭാവത്തിന് വിരുദ്ധമായി ദൈവ സ്വഭാവത്തിന് അനുരൂപമായിട്ടാണ് നമ്മളെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മൾ വായിച്ച പോലെ ശത്രുവിനെ സ്നേഹിപ്പാനും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയും. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 4:12 അപ്പോസ്തലൻ തന്റെ അനുഭവം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തില് സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. നമ്മളിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ കാണുന്നു. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായത് ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. സാധാരണ ശകാരം കേൾക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം നമുക്കറിയാം, ആശീർവദിക്കാനല്ല, തിരിച്ചടിക്കാനുള്ള ഒരു സ്വഭാവം നമ്മളുള്ളത്. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കാറുണ്ട്, സ്നേഹം എല്ലാം സഹിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ വായിക്കുന്ന ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഇപ്പൊ നമ്മളെ കുറിച്ച് ദുഷിച്ച് പറയുന്നവരോടുള്ള ബന്ധത്തിൽ നമ്മൾ അവരെ ദുഷിച്ച് പറയുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ നല്ല വാക്ക് അവരെ കുറിച്ച് നല്ലതാ പറയുന്നത്. അതിന്റെ കാരണം നമ്മൾ പുതുതായിട്ട് ലഭിച്ചിരിക്കുന്ന നേച്ചർ എന്ന് പറയുന്നത് അങ്ങനത്തേതാണ്. ഫിലിപ്പിയർ 4:8 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമോ സൽകീർത്തിയോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ സാധാരണ നമ്മളിൽ ഉണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് ഇതിന് വിരുദ്ധമായിട്ടുള്ളതാണ്. ഇപ്പം പലരോടുള്ള ബന്ധത്തിൽ നമുക്ക് അവരെ അടുത്തറിയാമെങ്കിൽ ആളെ നമ്മൾ കാണുന്ന ഉടനെ ആളുടെ തിന്മയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അല്ലെ, നമ്മുടെ ചിന്തകളിലുള്ളത് അയാളുടെ തിന്മയാണ്. അതുകൊണ്ട് തന്നെ അയാളെ കാണുന്ന ഉടനെ ഈ തിന്മകളാണ് വരുന്നത്. പക്ഷെ ഈ പുതിയ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവിക സ്വഭാവം അതിന് വിരുദ്ധമായതുകൊണ്ട് തന്നെ നമ്മളും ആ സ്വഭാവത്തിന് അനുരൂപപ്പെടും തോറും ഒരാളെ കാണുമ്പോൾ അയാളിലുള്ള നന്മകളെ കുറിച്ച്
ആരംഭത്തിൽ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. ഭർത്താവ് ഭാര്യയെ നോക്കുമ്പോൾ ഭാര്യയുടെ തിന്മകളാണോ നന്മകളാണോ നമുക്ക് ചിന്തയിലുള്ളത്? നമ്മളോട് പറഞ്ഞത് സൽഗുണമോ സൽകൃത്യോ പുകഴ്ചയൊക്കെയും ചിന്തിപ്പിക്കുന്ന. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ദുർഗുണമുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അത് കാണിക്കുന്ന നമ്മളുടെ ദൈവാത്മാവിന്റെ പുതുക്കം വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പുതുക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങളെ കുറിച്ചായിരിക്കും, സൽഗുണമോ സൽകൃത്യമോ പുകഴ്ചയായ കാര്യങ്ങളായിരിക്കും ചിന്തിക്കും. ഇവിടെ 14 വാക്യം, നിങ്ങൾ ഉപദ്രവിക്കുന്നതിനെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. അപ്പൊ കർത്താവ് ഇത് തന്നെയാണ് പഠിപ്പിച്ചതും കർത്താവ് ചെയ്തതും അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതുമ്പം ഇങ്ങനെ എഴുതിയിട്ട് കർത്താവ് ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നല്ലോ. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ അതേ പാതകൾ പിന്തുടരാനായതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. പുതുക്കപ്പെടാത്ത ഒരു മനസ്സിന് ഒരിക്കലും കർത്താവിന് അനുരൂപമായിട്ട് ചിന്തിക്കാൻ കഴിയത്തില്ല. അവൻ ആദാമ്യമായിട്ടുള്ള അനുരൂപത്തില് ആ പഴയ മനുഷ്യന്റെ ചിന്തകളാലായിരിക്കും അവൻ നയിക്കപ്പെടുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ പുതുക്കം നമുക്കും വരാൻ തുടങ്ങും. 1 യോഹന്നാൻ 5:3 നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. അതിന്റെ കാരണം എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഈ കൽപ്പനകളെ അനുസരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. എല്ലാ കൽപ്പനകളും അനുസരിക്കാനുള്ളതാണെന്ന് മത്തായി 28:20 കർത്താവ് പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. അപ്പൊ നമ്മൾ ഈ ദൈവജനത്തിലേക്ക് വരുമ്പം നമുക്ക് അങ്ങനത്തെ ഒരു മനോഭാവമുണ്ട്, കർത്താവ് എല്ലാം എനിക്ക് അനുസരിക്കണം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരുന്നത്. ഇവിടെ 14 വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നതിനെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. 15 വാക്യത്തിൽ വായിക്കുന്ന സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുകയും. നമ്മളൊരു ശരീരമായിട്ട് പണിയുമ്പോൾ ഇത് സാധ്യമാകത്തുള്ളൂ. നമുക്ക് ഒരു സന്തോഷം വരുമ്പം നമ്മുടെ ശരീരം ഒന്നാകെയാ സന്തോഷിക്കുന്നത്. ഒരു സങ്കടം വരുമ്പം, എൻ്റെ ഒരു വേദന വരുമ്പം നമ്മുടെ ശരീരം ഒന്നാകെയാ വേദനപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുകയും. ഇതിനെക്കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകം 30 അധ്യായത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 30 അധ്യായം അതിന്റെ 25 വാക്യത്തിൽ ഇവിടെ ഇയ്യോബ് ഇങ്ങനെ പറയുന്നത്, കഷ്ടകാലം വന്നവന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ, എളിയവന് വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ. ഇയ്യോബ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇയ്യോബ് പറയുകയാണ്, കഷ്ടകാലം വന്ന അല്ലെങ്കിൽ കരയുന്ന ഒരുവന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ, എളിയവന് വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ. ഒരു ശരീരമായിട്ട് പണിയുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, സ്വാഭാവികമായിട്ട്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മൾ പരിവർത്തിക്കുമ്പോൾ ഇതെല്ലാം സാധ്യമാണ്. ഒരു വ്യവസ്ഥയുള്ളൂ, നമ്മുടെ മനസ്സ് നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നില്ലെങ്കിൽ അത് സാധിക്കത്തില്ല. അതുപോലെ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എബ്രായർ 13:3 എബ്രായ ലേഖനം 13:3 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. ഒരാളൊരു വേദനയിൽ കടന്നു പോകുമ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മൾ ശരീരത്തിൽ വസിക്കുന്നവരായതുകൊണ്ട്, ശരീരത്തിൽ ഇരിക്കുന്നവരായതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. പരിശുദ്ധാത്മാവ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ചെന്നപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അതിനോട് അനുഭവപ്പെടാനായിട്ട് കഴിയും. അവരുടെ സങ്കടം നമ്മുടെ സങ്കടമായിട്ടും അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിട്ടും നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 1 പത്രോസ് ലേഖനം 3 അധ്യായത്തില് 8 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തീർച്ചയ്ക്കെല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവർ ആയിരിപ്പീൻ. നമ്മളെ ഒരു ശരീരമായിട്ട് പണിതുകൊണ്ടിരിക്കുമ്പോൾ
ഈ ഒരു അനുഭവം നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. കാരണം എല്ലാവരിലും വ്യാപരിക്കുന്ന ഒരേ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ ഒരേ തലയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ അനുഭവമായിരിക്കും. തുടർന്ന് 9-ാം വാക്യത്തിൽ പറയുന്നത്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹവും അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു അനുഗ്രഹിക്കുന്ന മനോഭാവത്തോടെ ആയിരിക്കും. ഇതിന്റെ കാരണം ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ കാല് വെക്കുന്നിടമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണെന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യരുടെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ ഈ അനുഗ്രഹം യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇതിനെല്ലാം നമ്മളെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവാന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇപ്പം ഒരു വീട്ടില് വയറിംഗ് ഒക്കെ പൂർത്തീകരിച്ച് എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ച് ബൾബൊക്കെ ഇട്ട് ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ കാത്തിരുന്നിട്ടൊരു കാര്യമില്ല. പക്ഷെ ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കറണ്ടിന്റെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ദൈവം ധ്യാനിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്താലും ഈ ആത്മാവിന്റെ ഒരു നിറവ് നമുക്ക് വരുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഫലം നമ്മൾ ഇന്ന് പുറപ്പെടുവിക്കാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ചെന്നാലും ഒരു അനുഗ്രഹമായിരിക്കും. നമ്മൾ ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരും അനുഗ്രഹിക്കപ്പെടും. യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയാൻ നമുക്കറിയാം, റോമർ 8:29 തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുഭവപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നാം ഒരു അനുഗ്രഹമായിരിക്കും, നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഒരു അനുഗ്രഹമായിരിക്കും. കാരണം നമ്മളെ നയിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കർത്താവിനോട് അനുപ്പെടുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം അയാൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരണം എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ അനുഗ്രഹം നമുക്ക് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വചനത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും അനുസരിക്കാൻ കഴിയാതെ വരുമ്പം നമ്മൾ സ്വയം ശ്രമിച്ചു നോക്കാറുണ്ട്. കടിച്ചു പിടിച്ച് മിണ്ടാതിരുന്ന്, നോക്കാതിരുന്ന്, പറയാതിരുന്ന്. പക്ഷെ നമ്മൾ ഉള്ളു മുഴുവൻ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം നമ്മൾ സ്വന്തം ശക്തി കൊണ്ടാണ് ശ്രമിക്കുന്നത്. അസാധ്യമാണ്. ആദാമ്യ മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ആത്മാവിന്റെ ഫലം വരത്തില്ല. അത് പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളോട് 1 Thessalonians 5:16, 17, 18 വാക്യങ്ങളിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം, വിടാതെ പ്രാർത്ഥിപ്പീൻ. ശരിക്കും നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും കർത്താവെ നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണം എന്നൊരു നിലവിളിയായിട്ട് ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് കഴിയാതെ വരുമ്പോൾ, നമ്മൾ പരാജയപ്പെടുമ്പോൾ, നിരാശ വരുമ്പോൾ, അല്ലെ അസൂയ വരുമ്പോൾ, അവിടെ നമ്മൾ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിലായിരിക്കണം. കർത്താവെ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്ക കർത്താവ്, എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല, നിനക്ക് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ, നിന്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമെന്നുള്ളൊരു നിലവിളി നിരന്തരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമുണ്ട്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ, കരയുന്നവരോടുകൂടെ ചെയ്യാനും കഴിയത്തുള്ളൂ. 16-ാമത്തെ വാക്യം, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാനെന്ന് വിചാരിക്കരുത്. എപ്പോഴും നമ്മുടെ ടെൻഡൻസി പറയുന്നത് ഇങ്ങനെ വലിയവരോട് ചേർന്ന് കൊള്ളായിട്ടാണ്. ഒരിക്കലും ഒരാളോടൊപ്പം ഞാൻ വയനാട്ടിൽ നിൽക്കുമ്പോൾ ആ സ്ഥലത്തെ SP വന്നു. അപ്പം പെട്ടെന്ന് ഇദ്ദേഹത്തെ SP വിഷ് ചെയ്തു. അപ്പം പുള്ളിയുടെ മുഖത്തെ സന്തോഷവും ആ ഭാവവും ഒക്കെ കാണാമായിരുന്നു. SP എന്നെ വിഷ് ചെയ്തു എന്നുള്ളത്. നമ്മൾ എന്ന് പറഞ്ഞാൽ അതേസമയം
ഒരു സാധാരണക്കാരൻ കൈ ഉയർത്തി കാണിച്ചാൽ നമുക്കൊന്നും തോന്നില്ല, ഒന്നും കേൾക്കില്ല. പക്ഷെ ഉയർന്നവരാണ് നമ്മളെ വിഷ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഒരു വലിയൊരു അനുഭവം പോലെ തോന്നും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വലിപ്പം തമ്മിൽ ഐക്യമത്യമുള്ളവരായി, വലിപ്പം ഭാവിക്കാതെ എളിയവരെ ചേർന്ന് കൊള്ളുവീൻ. 12:3 നമ്മൾ അത് തന്നെയാ വായിച്ച്, ഭാവിക്കേണ്ടതിന് ഭാവിച്ചുയരാതെ. എപ്പോഴും ആദാമ്യ ജഡത്തിന്റെ പ്രത്യേകതയാണ് ഭാവിച്ചുയരുക, ചിന്തകളിൽ തങ്ങളെക്കുറിച്ച് തന്നെ ഉന്നത ചിന്തകളും പ്രശംസയും ഒക്കെ ഉള്ളവരായിരിക്കുക. നമ്മുടെ ഉള്ളിൽ അത് കാണാൻ കഴിയും. നമുക്കറിയാം കർത്താവിനോടുള്ള ബന്ധത്തിൽ ആ കാലഘട്ടത്തിലെ ഉന്നതന്മാരെന്നറിയപ്പെടുന്ന ആപുരിതന്മാര്, ശാസ്ത്രിമാര്, പരിമാര്, ഇവരോടായിരുന്നില്ല കർത്താവിന് കൂട്ടായ്മ ബന്ധം. അവര് തന്നെ പറഞ്ഞു, നീ ചുങ്കക്കാരെയും പാപികളുടെയും സ്നേഹിതൻ. എപ്പോഴും കർത്താവ് അവരോട് വളരെ പെട്ടെന്ന് അങ്ങ് അടുക്കുമായിരുന്നു. അവർക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ വരികയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതേസമയം അന്നത്തെ കാലത്തെ ഉന്നതന്മാരെന്നറിയപ്പെടുന്നവരുടെ ബന്ധത്തിൽ അവരൊരിക്കലും കർത്താവിനോട് ക്ലോസ് ആയിട്ട് വരത്തില്ലായിരുന്നു, അടുത്തെത്തില്ല. കർത്താവിനും അവരോട് ആ നിലയിലുള്ളൊരു ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കാണുന്നതാണ് കർത്താവ് എന്താ പറഞ്ഞത്. ഒരിക്കലെ ബേഥാനിയയിലെ വീട്ടിൽ ചെയ്യുമ്പോൾ പരീശന്മാരോട് പറഞ്ഞു, പരിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട കർത്താവ് അവരോട് വെട്ടിമുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതേസമയം ആ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടുള്ള ബന്ധത്തിൽ കർത്താവ് വളരെ കരുണയോടെ ഇടപെട്ടെ, വളരെ സഹതാപത്തോടെ ഇടപെട്ടെ. അപ്പൊ നമ്മളോട് പറയുന്നു, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളും. റോമാലേഖനം 15:5 നമ്മൾ വായിക്കുന്നത്, 15:5 എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ടെന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? തുറന്ന് പറയുന്നത്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഗുരുവായിനാൽ മഹത്വീകരിക്കേണ്ടതിന്. അപ്പൊ ഈ ഐക്യമത്യപ്പെട്ട് ഒരു മനസ്സോടെ, ഏക മനസ്സ് നൽകപ്പെട്ട മനസ്സിന്റെ ബന്ധത്തില് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ഏക മനസ്സുള്ളവരാകുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുന്നതാണ്. ക്രിസ്തുവിന്റെ മനസ്സിന്റെ പ്രത്യേകത എന്താ? ക്രിസ്തു എപ്പോഴും എളിയവരോടാണ് ചേർന്നിരുന്നത്, ഉന്നതന്മാരോടുള്ള ബന്ധത്തിലായിരുന്നില്ല, എളിയവരോടുകൂടിയായിരുന്നു കർത്താവ്. ഇവിടെ നമ്മൾ പറയുന്ന ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുന്നു. ഫിലിപ്പിയ ലേഖനം 2:2 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു, ഫിലിപ്പിയർ 2:2 നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. എത്ര പ്രാവശ്യം ആ കാര്യം പറഞ്ഞത്? ഏക മനസ്സ്, ഏക സ്നേഹം, ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി. അപ്പം എല്ലാവരിലും നമ്മൾ പുതുക്കപ്പെട്ട് ക്രിസ്തുവിന് മനസ്സുള്ളവരാകും തോറുമാണ് ഈ പറഞ്ഞൊരു അനുഭവം നമ്മളിലും ഉണ്ടാകുന്നത്. ഒരു ശരീരം എന്ന് പറയുമ്പം ഒരു ചെറിയ കുഞ്ഞ് ശ്രദ്ധിച്ചു നോക്കിയേ, അതൊരു പൂർണ്ണ മനുഷ്യനാണെങ്കിലും അതിന് കാര്യമായ തിരിച്ചറിവൊന്നുമില്ല, അല്ലേ? പക്ഷെ അത് വളരും തോറും ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. നമ്മളും ആത്മീയ ശിശുക്കളായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ ശിശുക്കളായിരിക്കണമെന്നല്ല ദൈവീകം, പുരുഷത്തിലേക്ക് വരണമെന്നാണ്. അങ്ങനെ നമ്മൾ വളരും തോറും ഒരു ശരീരമാകുന്ന ഒരു പ്രക്രിയ നമ്മൾ നടന്നേയിരിക്കും, ഒരു ഐക്യം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. ഏതളവിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നോ ആ അളവിലാണത് വരുന്നത്. നമ്മുടെ സ്വയത്തിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ ശുദ്ധീകരിക്കും തോറും നമ്മൾ ശരീരത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലിപ്പിയർ 4:2 നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ പ്രബോധിത്തെയും സുന്ദികയെയും പ്രബോധിപ്പിക്കുന്നു. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
ആ വ്യക്തികളെല്ലാം ഏക മനസ്സായിരിക്കും ഉണ്ടായിരിക്കും, നല്ല ഏക ചിന്തയായിരിക്കും. ക്രിസ്തുവിന്റെ മനസ്സിന്റെ ചിന്തയായിരിക്കും എല്ലാവരിലും ഉണ്ടാകുക. പക്ഷെ ആ ഉറച്ചിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായ ചിന്തയുണ്ടാവും. ആ ചിന്ത നമ്മളെ എപ്പോഴും ദൈവം അകറ്റുന്നതും ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നതിന് എതിരായിട്ടുള്ളതായിരിക്കും ആ ചിന്ത. അസൂയുള്ളപ്പം ഒരു ശരീരമായിട്ട് തീരത്തില്ല. കാരണം ശരീരത്തിൽ ഒരിക്കലും അവയവങ്ങൾ തമ്മിൽ അസൂയയില്ല, ഭിന്നതയില്ല, കയ്പില്ല, വെറുപ്പില്ല, പകയില്ല. അതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് ഒരു ശരീരത്തിലുള്ള. എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയ ഉടനെ ശരീരം ഒന്നാകെ ആ പരിക്കിനെ സംരക്ഷിക്കുകയും അതിനെ സൗഖ്യമാക്കാനായിട്ടുള്ള പ്രക്രിയ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏതളവിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു ആ അളവിൽ ഏക ശരീരമായിട്ട് നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. റോമർ 11:20 നമ്മളത് വായിക്കുന്നുണ്ട്. അവിശ്വാസാൽ അവ ഓടിപ്പോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. ജഡത്തിലുള്ള ഒരു മനോഭാവം ഞെളിയുക എന്നുള്ളത്. തുടർന്ന് അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ 11:25 നമ്മൾ വായിക്കും, സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെ നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ. എപ്പോഴും നമ്മുടെ എല്ലാം ഒരു യാഥാർത്ഥ്യത, നമ്മളാണ് മറ്റുള്ളവരെക്കാൾ ജ്ഞാനി, ബുദ്ധിമാൻ, കഴിവുള്ളവർ എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളില് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിച്ച് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാതെ. സദൃശവാക്യം 3:7 അവിടെ ഇതേ കാര്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. സദൃശവാക്യം 3:7, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. നമ്മൾ നേരിടുന്നൊരു വലിയ അപകടമാണ്. അപ്പൊ നമ്മൾ തന്നെ ജ്ഞാനികളും തോന്നിയിട്ടുണ്ടേല് നമ്മളെക്കാളേറെ പോഷന്മാരെ കുറിച്ച് പ്രതീക്ഷയുണ്ടെന്ന് സർശാക്കി നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു താഴ്മയുടെ വഴിയിൽ, താഴോട്ട് പോകുന്ന ഒരു വഴിയിലായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലും അല്ലാതെയും നമ്മൾ ആയിരിക്കേണ്ടത്. തുടർന്ന് 17-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യനെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യനുമായി സമാധാനമായിരിപ്പീൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. നമ്മുടെ ജഡത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനുള്ള ചിന്തകളാണ് നമ്മളിൽ തന്നെ ഉള്ളത്. ആദ്യത്തെ നമ്മളിൽ നിന്ന് വരുന്ന ആ തള്ളൽ, നമ്മളോട് തിന്മ ചെയ്ത ഒരാളോട് തിരിച്ചല്ല തിരിച്ചടിക്കാനുള്ള ചിന്തയായിരിക്കും എപ്പോഴും നമുക്ക് വരാറുള്ളത്. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന ഏത് ഉയർച്ചയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിതക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന് നിറവുണ്ടെങ്കിൽ നമ്മുടെ ജഡാഭിലാഷങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ദീർഘമായ പോരാട്ടത്തിലായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്. സദൃശവാക്യം 20:22 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സദൃശവാക്യം 20:22, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത്. ഞാൻ ദോഷത്തിന് പകരം ചെയ്യുമെന്ന് നീ പറയരുത്. 24-ാം സദൃശവാക്യം 24:29 അതിന് സമാനമായൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കും എന്നും നീ പറയരുത്. അല്ല, നമ്മൾ ഈ നാച്ചുറലായിട്ട് ഉയർന്നു വരുന്ന കാര്യങ്ങളായത്. അവൻ എന്നോട് ചെയ്ത പോലെ തന്നെ ഞാൻ ചെയ്യുമെന്നും ഞാൻ അവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം കൊടുക്കുമെന്നും നീ പറയരുത്. അപ്പൊ ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ആദ്യം നമ്മളിൽ നിന്ന് വരുന്ന ചിന്ത ഈ ചിന്തയാണ്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തോട്ട്, ഒന്നാമത്തെ ചിന്ത അതായിരിക്കും. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ ചിന്തയെ നമ്മൾ പിടിച്ചടക്കും. അത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായൊരു ചിന്തയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബീയങ്ങളിലൊക്കെ നമുക്ക് ഇത് എപ്പോഴും കാണാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ തിരിച്ചടിക്കും. അത് കൈകൊണ്ട് അടിക്കുകയല്ല, മിക്കവാറും നമ്മൾ വാക്കുകൊണ്ട് അടിക്കാറുള്ളത്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ചടിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം,
ഇവിടെ നമ്മൾ വായിച്ചത് അതിന് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. അതൊരു നീണ്ട പോരാട്ടമാണ്, നമുക്കറിയാം. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യനെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പീൻ. അപ്പൊ നമ്മുടെ വിളി സമാധാനം ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിലെ 2-ാമത്തെ ഭാഗത്ത് പറയുന്നു, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കും. അന്യോന്യം സമാധാനം ഉള്ളവരും ആയിരിക്കും. പരസ്പര ബന്ധത്തിൽ നമ്മൾ എപ്പോഴും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവ് തന്നെ പറഞ്ഞ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, സഹോദരി അതിന് വിരുദ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നു, സഹോദരി 4 കാര്യം പറയുന്നു, നമ്മളപ്പം 8 കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. നമുക്കറിയാം ആകെപ്പാടെ അന്തരീക്ഷമൊക്കെ മോശമായി, സമാധാനമൊക്കെ പോയി, കലക്കം ആരംഭിക്കും അവിടെ. പക്ഷെ അവിടെ സമാധാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല കാര്യം നിശബ്ദരായിരിക്കുക എന്നുള്ളതാണ്, മിണ്ടാതിരിക്കുക. ഇപ്പം കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ചെകിട്ടത്തടിക്കുന്നവനെ മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക. സാധാരണ നമ്മളുള്ള ടെൻഡൻസി ഒരു ചെകിട്ടത്തടിക്കുന്നവന്റെ മറ്റേ ചെകിട്ടിൽ അന്നേരം തന്നെ അടിക്കുക എന്നുള്ളതാണ്. നമ്മളോട് പറഞ്ഞാൽ എന്താ? മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പറയാനുള്ളതെല്ലാം നിശബ്ദമായിരുന്നു കേൾക്കുക. അത് ഭാര്യയാണേലും ഭർത്താവാണേലും. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കാനായിട്ടാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, സമാധാനത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം വാഴണമെന്നുണ്ടെങ്കിൽ ആരിലും ഒരാൾ നിശബ്ദരായിരിക്കണം. പക്ഷെ നമ്മുടെ പ്രത്യേകത അങ്ങനല്ല. നമ്മുടെ ന്യായവും നമ്മുടെ നീതിയൊക്കെ നടപ്പിലാക്കാനായിട്ട് നമ്മൾ എപ്പോഴും നാക്കുകൊണ്ടാണ് ശ്രമിക്കാറുള്ളത്. നമ്മുടെ ഉള്ളില് ഈ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുകയും, നമ്മുടെ ഒന്നാമത്തെ പടിയിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന്റെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ള. ഒരു നാവിനെ നിയന്ത്രിക്കുന്നുവെങ്കിൽ അവന്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് കാക്കാൻ തക്കവണ്ണം സൽഗുണപൂർത്തിയുള്ള പുരുഷൻ എന്ന് പറയുന്നത്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒന്നാകെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമുക്കറിയാം ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ 9-ാമത്തേത് ഏതാ? ഇന്ദ്രിയജയം. നമുക്കറിയാം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ് ഉള്ളത്. ഇന്ദ്രിയങ്ങളെ ജയിക്കുക. അതിൽ ഏറ്റവും കുഴപ്പം പിടിച്ച ആൾ നാക്കാണെന്ന യാക്കോബോസനം പറയുന്നത്. എല്ലാത്തിനേക്കാളും കുഴപ്പം പിടിച്ചത് നാക്കാണ്. അപ്പൊ നാക്കിനെ നിയന്ത്രിച്ചാൽ അവന് തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നാവ് ഇഷ്ടമുള്ളത് പറയാൻ അനുവദിക്കാതെ നമ്മുടെ നാവിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും, നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. പലപ്പോഴും നമ്മൾ ഇവിടെയാ പരാജയപ്പെടുന്നത്. നമ്മളെ തന്നെ ശോധന ചെയ്താൽ കാണാനായിട്ട് കഴിയും. നമ്മൾ വലിയ തീരുമാനമൊക്കെ എടുത്തത്, ഇന്ന് എന്നാ പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ലെന്നൊക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തിക്കാണ് വരുന്നത്. പക്ഷെ 1-2 കാര്യം കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ തീരുമാനമൊക്കെ പോയി, നമ്മൾ തിരിച്ചും മിണ്ടാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആത്മനിറവില്ലെന്നാണ് അത് കാണിക്കുന്നത്. ആത്മനിറവുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാവും. അതിൽ ഇന്ദ്രിയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാവിനെ, കണ്ണിനെ, ചെവിയെ ഒക്കെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് കാണാൻ തക്കവണ്ണം സൽഗുണപൂർത്തിയുള്ള ഒരു പുരുഷനാണെന്ന്. ഇവിടെ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്ന ഒരു കാര്യം 18-ാമത്തെ വാക്യത്തിൽ, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പീൻ. ഇവിടെ ഒരു പദപ്രയോഗമുണ്ട്, നിങ്ങളാൽ ആവോളം.
റോമാലേഖനം തന്നെ 14 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർദ്ധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുവീൻ. അപ്പൊ നമ്മുടെ ശ്രമം സമാധാനത്തിനായിരിക്കണം, അല്ലെ സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം. അതിന്റെ പ്രാഥമിക പടി എന്ന് പറയുന്നത്, ഇപ്പൊ കർത്താവ് സമാധാനം ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്തത്? നമ്മുടെ എല്ലാം പാപത്തിന്റെ കുറ്റം തന്റെ മേൽ ഏറ്റു. അപ്പൊ പിതാവിനോട് നമ്മളെ നെരുപ്പിക്കാൻ വേണ്ടിയിട്ട്, സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കർത്താവ് ചെയ്തൊരു കാര്യം, നാം ചെയ്ത പാപത്തിന്റെ എല്ലാം കുറ്റം താൻ ഏറ്റെടുത്തു. ഇപ്പം സാക്ടർ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ, അപ്പൊ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമുള്ളൊരു കാര്യം. ബ്രദർ ചെയ്യുന്ന ഒരു കാര്യം, ബ്രദറിന്റെ വണ്ടിക്കിട്ട് ഒരാൾ വന്ന് ഇടിച്ചാലും ബ്രദർ ചാടി ഇറങ്ങിയിട്ട് സോറി എന്റെ കുഴപ്പമായിരുന്നു പറയേ. അല്ലേ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഭയങ്കര തർക്കവും വാദവും ഒച്ചയും ബഹളവും. പക്ഷെ സോറി എന്റെ കുഴപ്പമെന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന പുള്ളി വളരെ പെട്ടെന്ന് അങ്ങ് തണുക്കും. പുള്ളി ക്ഷമിച്ചിരിക്കുന്നു പൊക്കോളാൻ പറയുന്നത്. പ്രായോഗികമാണ് ക്രിസ്തീയത്വമുള്ള പദ്ധതി ചിന്തിക്കുമ്പോൾ അവിടെ ആ ബ്രദർ ചെയ്തൊരു കാര്യം, മറ്റേയാളുടെ തെറ്റിന്റെ കുറ്റം താനൊക്കെ ഏറ്റെടുത്തു. കർത്താവ് ചെയ്തത് അത് തന്നെയാണ്. മറ്റുള്ളവരുടെ തെറ്റിന്റെ കുറ്റം താൻ ഏറ്റെടുത്തു. അവരല്ല ചെയ്ത്, ഞാനാ ചെയ്തത്, കർത്താവെ പിതാവെ അത് ഞാൻ വഹിക്കുന്നു. അപ്പൊ നമ്മളും ഈ സഭയോടുള്ള ബന്ധത്തിലും ശരീരമായിട്ട് പണിയപ്പെടുമ്പോഴും ഈ മനോഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു നേച്ചർ എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊരു ചെറിയ കുറ്റം പോലും ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മള് സാരിശവാക്യം ഒരു വാക്യമുണ്ട്, സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു. രണ്ടുപേരും തമ്മിൽ ഒരു സ്നേഹബന്ധത്തിൽ പോകാനാണല്ലേ, അതിലൊരാൾ എപ്പോഴും മറ്റേ ആളുടെ ലംഘനം കണക്കെടുത്തില്ല, മറച്ചു വെച്ചുകൊണ്ടിരിക്കും. ഇല്ലേ എന്ത് പറ്റും? തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. അപ്പൊ പൗലോസ് കോരിന്ത്യരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ ഞാൻ എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ അനുസരണം, ആ പ്രതികാരം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ഒരു പ്രതികാരമാണ്. അപ്പൊ നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രായോഗികമായ ഒരു സത്യമാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ മനസ്സിലാവും, പക്ഷെ നമുക്കൊരു ഫലം ഉണ്ടാണ്, നമ്മൾ ഹൃദയത്തിൽ ഗ്രഹിക്കണം. ഹൃദയം കൊണ്ട് ഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? മാനസാന്തരപ്പെട്ട് നമ്മൾ ഈ അനുസരണത്തിന്റെ വഴിയിൽ നടക്കും. പക്ഷെ ബുദ്ധിയിലാണ് മനസ്സിലായതെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടത്തില്ല, നമ്മൾ അനുസരണക്കേടിന്റെ വഴിയിൽ തന്നെയായിരിക്കും നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കുറ്റം നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, ഇത് ചെയ്തില്ലേ, അത് ചെയ്തില്ലേ. പക്ഷെ കർത്താവ് ഒരിക്കൽ പോലും നമ്മളോട് അങ്ങനെ പറയാറില്ല, അല്ലേ? കർത്താവ് അതെല്ലാം തൻ്റെ മേൽ ഏൽക്കുന്നൊരു മനോഭാവമുള്ള. അപ്പൊ ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറ്റം പറയുന്നതിലല്ല, ആ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം തൻ്റെ മേലെ ഏറ്റെടുക്കുന്ന ഒരു മനോഭാവം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ സൗരസ്വരന്മാരെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഈ യാത്രയില് പ്രായോഗിക ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ നമ്മളിപ്പം അപ്പോസ്തലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തുടർന്ന് 19 വാക്യത്തിലേക്ക് വരുമ്പം, പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പാപം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം വീണ്ടും അത് ആവർത്തിക്കുന്നു. ഇപ്പം നമ്മൾ 14 വാക്യത്തിൽ വായിച്ചത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഏകദേശം അതേ കാര്യത്തിന് എവിടെയും വരുന്നു. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. സങ്കീർത്തനം 94:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 94 സങ്കീർത്തനം ഇതിന്റെ 1-ാമത്തെ വാക്യത്തില്, പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ. അപ്പൊ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലെല്ലാം നമുക്കിത് കാണാനായിട്ട് കഴിയും. ദൈവത്തെ പ്രതികാരത്തിന്റെ ദൈവം എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവിടെ ദൈവം പറഞ്ഞൊരു കാര്യം, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. കാരണം നമ്മുടെ പ്രതികാരം എപ്പോഴും നശിപ്പിക്കുന്നതായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ പ്രതികാരം എപ്പോഴും സൃഷ്ടിക്കുന്നതാണ്.
ദൈവം പ്രതികാരം ചെയ്ത് കഴിയുമ്പോൾ ഒരു നാശമല്ല ഉണ്ടാകുന്ന ഒരു സൃഷ്ടിയുടെ പ്രത്യേകത. അതാ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രതികാരമല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രതികാരം സൃഷ്ടിപരമാണ്. അത് മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ പ്രതികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ എന്നേക്കുമായി നശിപ്പിച്ച് കളയുന്നതായിരിക്കും. അതുകൊണ്ടാണ് അവിടെ റോമാലേഖനത്തില് 12:19 പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. തുടർന്ന് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നതിന്, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുപ്പാം, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ആ തീക്കനൽ എന്ത് തീക്കനല? സ്നേഹത്തിന്റെ തീക്കനല. നമ്മുടെ ശത്രുവിന് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുത്താൽ അത് അവന്റെ തലയില് ഒരു തീക്കനൽ പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവനത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവന്റെ മനസാക്ഷി അത് കുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ മനസാക്ഷി അത് കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അതൊരു സ്നേഹത്തിന്റെ പ്രതികാരമാണ്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. സാദൃശ്യവാക്യം 25-ാം അധ്യായത്തിലെ 25-ന്റെ 21 ആണ് ഈ കാര്യം നമ്മൾ കാണുന്നത്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നമ്മൾ ശത്രുവിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം നമുക്ക് ശത്രുവില്ല, നമുക്കൊറ്റ ശത്രുവേ ഉള്ളൂ, നിങ്ങൾ പ്രതിയോഗിയായ പിശാച്. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളോടാ ശത്രുതയുള്ളത്, നമുക്ക് അവരോട് ശത്രുതയില്ല. അതുകൊണ്ട് അവൻ നിന്റെ ശത്രു. നിന്നോട് ശത്രുതയുള്ളവന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്ക് യഹോവ പ്രതിഫലം നൽകുകയും ചെയ്യും. അതിനുശേഷം അടുത്ത 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, 21-ല്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമ്മളോട് പറഞ്ഞ എല്ലായ്പ്പോഴും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. തിന്മ പിശാചിൽ നിന്ന് വരുന്നതാണ്, നന്മ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞ തിന്മയോട് തോൽക്കരുത്. തോറ്റാൽ നമ്മൾ എന്ത് പറ്റും? നമ്മള് ഗലാത്യ ലേഖനത്തിന് അതിന് സമാനമായ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷാൽ സകവിശ്വാസികൾക്കും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതെങ്ങനെ ജയിക്കാൻ കഴിയുന്നത്? എപ്പോഴും നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കാനാണ്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. നന്മ എന്ന് പറയുമ്പോൾ എൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? പെട്ടെന്ന് ഭൗതിക കാര്യങ്ങളെ കുറിച്ച് അതില്ലെന്നല്ല, പക്ഷെ ഒന്നാമത്തെ കാര്യം ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മൾ നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു, ദോഷം കണക്കിടാതിരിക്കുന്നു. ഇങ്ങോട്ട് ദോഷം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ കണക്കിടുന്നില്ല. നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ട് ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, ദയ കാണിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രവർത്തിക്കും. നമ്മൾ 1 പത്രോസ് ലേഖനത്തില് അതിന്റെ 2-ാമത്തെ അധ്യായത്തില് ഇങ്ങനത്തെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം ഇതിന്റെ 11-ാമത്തെ വാക്യം, 11-12 വാക്യങ്ങളിലാണ്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ
ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാറും ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ പറഞ്ഞിട്ട് സന്ദർശന ദിവസത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ അനന്തരഫലം എന്താ? സന്ദർശന ദിവസത്തിൽ അവർ ദൈവത്തെ, അപ്പൊ ദൈവം ഒരു ദിവസം അവർക്ക് വെച്ചിട്ടുണ്ട്, ദൈവം ഈ സന്ദർശനത്തിന്റെ അന്ന് അവർ തിരിച്ചറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയാനായിട്ട് ഇടവരും. കൊരിന്ത്യരോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സാക്ഷികളിലും ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. പുറമേ അവരെന്തൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സാക്ഷിയിൽ ഇതാണ് സത്യം, ഈ മനുഷ്യനാണ് സത്യം എന്നുള്ള ഒരു ബോധ്യം വന്നുകൊണ്ടേയിരിക്കും നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. നമ്മളോട് പറയുന്ന ഒരു കാര്യം, റോമാലേഖനം 12 അധ്യായത്തില് നന്മ ചെയ്യുന്നതിൽ അല്ല, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അപ്പൊ നമ്മുടെ വിളി ഇതിനു വേണ്ടിയിട്ടാണ്. പ്രാഥമികമായിട്ട് നമ്മളിത് പ്രായോഗികമാക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. ഭാര്യ-ഭർതൃ ബന്ധത്തിൽ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷമ കൊണ്ട്, കരുണ കൊണ്ട് ജയിക്കുന്ന ഒരു വിളിയാണ് സൗരസഹന്മാരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിളിക്ക് വേണ്ടി നമ്മളെ തന്നെ വീണ്ടും വീണ്ടും കർത്താവിനെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കാം. നമ്മൾ മടുത്തു പോകാതിരുന്നാൽ തക്ക സമയത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം. അതുവരെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ വിചാരിക്കും, എനിക്ക് അബദ്ധം പറ്റി, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാകുന്നത്, ഇതിന്റെ അവസാനം എന്താണ്? പക്ഷെ ദൈവം വെച്ചൊരു സമയം കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം ദൈവം നിയന്ത്രിക്കുന്ന നമുക്ക് മനസ്സിലാവും. യോസേഫിന്റെ ജീവിതത്തിലെ പോലെ ആ സമയമായപ്പോൾ ദേശാധിപതി അവനെ കാരാഗ്രഹത്തിൽ വിടുവിച്ച് രാജ്യത്തിലെ രണ്ടാമനാക്കി എന്ന് പറഞ്ഞ പോലെ. എന്ന് പറഞ്ഞാൽ അവന്റെ വചനങ്ങളാൽ യോസേഫിന് ശോധന വരികയും ചെയ്യുവോളമായിരുന്നു അവനെ തടവിൽ സൂക്ഷിച്ച്. ആ ശോധന പൂർത്തിയായി കഴിഞ്ഞപ്പം അവനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് രാജ്യത്ത് രണ്ടാമനായിട്ട് ഉയർത്തുക എന്ന് പറഞ്ഞ പോലെ നമ്മളും മടുക്കാതെ നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ, നമുക്ക് നന്മയാൽ തിന്മയെ ജയിച്ചുകൊണ്ടിരുന്നാൽ തക്ക സമയത്ത് നമുക്കും ഒരു പ്രതിഫലം ഉണ്ടാകും. ദൈവസ്വഭാവത്തോട് നമ്മൾ അനുഭവപ്പെടും. നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിനായി തീരും. അതുകൊണ്ട് ഈ വിളിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നമ്മളെ തന്നെ പുതുതായിട്ട് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇവിടെ അടികളെ അന്യരും പരദേശികളുമായിട്ട് വിളിച്ചതിനായിട്ട് സ്തോത്രം. ഇവിടെ ഉപ്പായിരിക്കാനായിട്ട്, പ്രകാശമായിരിക്കാനായിട്ടാണല്ലോ കർത്താവ് അടികളെ വിളിച്ചിരിക്കുന്നത്. പാപം നിറഞ്ഞ ഈ ലോകത്ത് ജീവന്റെ വെളിച്ചമുള്ളവരായി, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നവരായിട്ട് ജീവിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.